ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഷോസ് 3 point charges plus 2q minus q plus 3q. 2 charges plus 2q and minus q are enclosed within the surface S. What is the electric flux due to the configuration through the surface S? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ഈ സർഫസിനുള്ളിൽ, ഈ സർഫസിനകത്തായിട്ട് 2 ചാർജസ് ഉണ്ട്, പ്ലസ് 2q മൈനസ് q. ഈ സർഫസിന് പുറത്തായിട്ട് പ്ലസ് 3q എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുമല്ലോ. ഈ ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. എവിടെ ചാർജ് ഉണ്ടോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ഇത് വരയ്ക്കൊന്നും ഇങ്ങനെ ആരോ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ആരോ വരച്ചതാണ്. അപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസിങ് ദ സർഫസ്. ഫ്ലക്സ് നമ്മൾ ഗോസസ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലക്സ് അല്ലേ വേണ്ടത്? വാട്ട് ഈസ് എ ഫ്ലക്സ്? നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ്. ടോട്ടൽ ഫ്ലക്സ് ഗോസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ്. ക്രോസിങ് ദ സർഫസ് ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ടോട്ടൽ ഫ്ലക്സ്, ഈ സർഫസ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഈ സർഫസിനുള്ളിലുള്ള ചാർജസിൻ്റെ സമ്മ്, പുറത്തുള്ളതല്ല, ഉള്ളിലുള്ളവർ. 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് എന്ന് പറയുമ്പോൾ 2q മൈനസ് q. 2q മൈനസ് q ആഡ് ചെയ്ത് കഴിഞ്ഞാൽ q വരും. ഇത്രയേ ഉള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈസ്, ഈ ക്വസ്റ്റ്യൻ നോക്കാം, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. കെയർഫുൾ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് at the surface of a black box indicates that, listen, careful measurement of electric field at the surface of a black box indicate that net outward flux through the surface of the box is 8 × 10⁻³ Newton meter square per coulomb. What is the net charge inside the box? B part അതിന് ശേഷം നോക്കാം അല്ലേ. ഒരു ബോക്സ്, ലിസൺ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദർ ഇസ് എ ബോക്സ്, ഒരു ബോക്സാണ്. ഇതിൽ നിന്ന് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ബ്ലാക്ക് ബോക്സ്, ബ്ലാക്ക് കളറ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ആര് പോകുന്നുണ്ട് പുറത്തോട്ട്? ഇലക്ട്രിക് ഫ്ലക്സ് പുറത്തോട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഫ്ലക്സ് ഈസ് ഗിവൺ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദാറ്റ് ഫ്ലക്സ് ഈസ് ഗിവൺ ആസ്, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Flux is given as 8 × 10⁻³ Newton meter square per coulomb. ഇത്രയും ഫ്ലക്സ് ആണ് ഇതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. വി ഹാവ് എ ക്ലോസ്ഡ് സർഫസ് ബോക്സ്. ഇതിൽ നിന്ന് ഇത്രയും ഫ്ലക്സ് പുറത്തോട്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് എ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? ഇതിനുള്ളിൽ ചാർജ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഫ്ലക്സ് വരാൻ കാരണം, അല്ലാതെ വെറുതെ ഫ്ലക്സ് വരില്ലല്ലോ. ഇതിനുള്ളിൽ എന്തോ ചാർജ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വന്നത്, അതുകൊണ്ട് ഫ്ലക്സ് ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് എ ക്ലോസ്ഡ് സർഫസ്. ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഗോസസ് ലോ പറയുന്നതാണ്. നമുക്ക് ക്യൂ ആണ് വേണ്ടത്. ഫ്ലക്സ് തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ε0 അങ്ങോട്ട് പോട്ടെ, q = ε0 എന്ന് വരും. എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തതാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ.
So Q equal to epsilon 0 phi. So Q equal to epsilon 0 എന്ന് പറഞ്ഞത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വാല്യൂ ഒക്കെ തരുന്നതാണ്. എങ്കിലും നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെച്ചേര്. എപ്സിലോൺ 0ൻ്റെ വാല്യൂ ബൈ ഹാർട്ടാക്കി വെച്ചോ. 8.85 into 10 raised to minus 2 r. 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് 8 into 10 raised to 3. Q equal to മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ് നല്ല ടഫ് ക്വസ്റ്റ്യൻ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നല്ല ഒരു ടഫ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 8.85 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ 70.8. 10ൻ്റെ പവേഴ്സ് ആഡ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. -12 + 3. -12 + 3 വിൽ ബി -9. ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. The second part is, if the net outward flux through the surface of the box was 0, could you conclude that there were no charge inside the box? അതായത് ബി പാർട്ട് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് 0 ആണ്. ടോട്ടൽ ഫ്ലക്സ് 0 ആണെങ്കിൽ ഈ ബോക്സിനുള്ളിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാമോ? നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ Q equal to epsilon 0 phi എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. phi 0 ആണ്. ഞാനിവിടെ എഴുതി വെച്ചത് ഉണ്ടല്ലോ. Q equal to എന്താണ്? epsilon 0 phi. phi 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് എനിക്കറിയേണ്ടത്. ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണ്. അപ്പോൾ Q equal to 0 എന്ന് കിട്ടും. Q equal to 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഈക്വൽ ടു 0 എന്ന് പറയാനേ പറ്റുള്ളൂ. ചാർജ് ഒട്ടും ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ചാർജ് ഉണ്ടാവാം, പക്ഷെ ടോട്ടൽ ചാർജ് 0 ആണെന്ന് മാത്രം. ഇപ്പോൾ ടോട്ടൽ ചാർജ് 0 ആവുമെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും +2 മൈക്രോ കൂളം, ഇവിടെ ഒരു -2 മൈക്രോ കൂളം. ഈ സർഫസിനുള്ളിലുള്ള ടോട്ടൽ ചാർജ് 0 ആയില്ലേ? അപ്പം ഇങ്ങനെ സംഭവിച്ചാലും ടോട്ടൽ ഫ്ലക്സ് 0 ആവാം. ടോട്ടൽ ഫ്ലക്സ് 0 ആവണമെങ്കിൽ Q 0 ആവണം. ആ സർഫസിന് അകത്തുള്ള ആകെ ചാർജ് 0 ആവണം. Q 0 മീൻസ് ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് 0. അപ്പോൾ ചാർജ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ല. ടോട്ടൽ ചാർജ് 0 ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് 0 ആവാന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ +2ഉം -2ഉം വരുമ്പോഴും ടോട്ടൽ ചാർജ് 0 ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് കുഡ് യു കൺക്ലൂഡ് ദാറ്റ് ദർ വെർ നോ ചാർജസ് ഇൻസൈഡ് ദ ബോക്സ്. അത് തെറ്റാണ്. ടോട്ടൽ ചാർജ് 0 ഇംപ്ലൈസ് ചാർജ് വരാം, പക്ഷെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുമെന്ന് മാത്രം അല്ലേ. അപ്പോൾ ചാർജ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ചാർജ് ഉണ്ടാവും, പക്ഷെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്നത് മാത്രം. ചാർജ് ഉണ്ടാവാം, ആഡ് ചെയ്ത് വരുമ്പോൾ 0 ആവുമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ബി പാർട്ടിൻ്റെ ആൻസർ നോയാണ്. ചാർജ് ക്യാൻ ബി പ്രസൻറ്റ് ബട്ട് ടോട്ടൽ ചാർജ് വിൽ ബി 0. അതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ? ചാർജ് വിൽ ബി പ്രസൻറ്റ്, ചാർജ് ക്യാൻ ബി പ്രസൻറ്റ് ബട്ട് ടോട്ടൽ ചാർജ് 0. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭയങ്കര ഹാർഡാണ്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും പറയുന്നത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. പറയുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇത് ടഫ് അല്ലേ എന്നും പറഞ്ഞത് സ്കിപ്പ് ചെയ്യുന്നില്ല, കാരണം ഇത് എക്സാമിന് വരാറുള്ളതാണ് നല്ല പോലെ. ഇതിൽ ചോദിച്ചതാണിത്, ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, അത് ഞാൻ പറയുന്നില്ല. ഇതേപോലത്തെ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതേപോലത്തെ ഞാൻ വായിക്കാം. തുടക്കത്തിലൊന്നും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കിക്കോളും. ദ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ഡ്യൂ ടു എ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ് ഓഫ് സൈഡ് 0.1 meter ആർ ഷോൺ. EX equal to AX where A equal to 500.
ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതവിടെ ഇരിക്കട്ടെ. ഇതെന്താ സംഭവം? ഇവിടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇവിടെ ഒരു ക്യൂബ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ക്യൂബ് വെച്ചിട്ടുണ്ട്. ഈ ക്യൂബിൻ്റെ സൈഡ് 0.1 മീറ്റർ ആണ്. ഈ ഡയഗ്രം കണ്ടാൽ അറിയാം. ഈ സൈഡിൻ്റെ ക്യൂബിൻ്റെ സൈഡ് 0.1 മീറ്റർ ആണ്. പിന്നെ ഈ ക്യൂബിൻ്റെ ഈ ലെഫ്റ്റ് ഫേസ്, ഈ കാണിച്ചിരിക്കുന്ന ലെഫ്റ്റ് ഫേസ്, ഇത് ഒറിജിനിൽ നിന്ന്, ഡയഗ്രം കണ്ടാൽ അറിയാമല്ലോ, ഒറിജിനിൽ നിന്ന് 0.1 മീറ്റർ അകലെ ആണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് ഫേസ് ഒറിജിനിൽ നിന്ന് 0.1 മീറ്റർ അകലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യൂബാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഫുൾ റീജിയനിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എലോങ് എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എലോങ് വൈ ഡയറക്ഷൻ ഇല്ല. ഈ വൈ എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോ. ഈ വൈ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിൽ യാതൊരുവിധ ഫോഴ്സും ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. വൈ ഡയറക്ഷനിൽ യാതൊരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല. സെഡ് ഡയറക്ഷനിൽ യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡും ഇല്ല. എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, AX. എക്സ് ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല AX ആണ്. എക്സ് ഡയറക്ഷൻ ഇവിടെ ഫിഗർ പ്രകാരം റൈറ്റ് സൈഡാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ ഈ ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയനിലാണ് ആരിയിരിക്കുന്നത്? നമ്മളെ ക്യൂബ് വെച്ചിരിക്കുന്നത്. എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ? കണ്ടില്ലേ? എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല AX ആണ്. വൈ ഡയറക്ഷനിലോ സെഡ് ഡയറക്ഷനിലോ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. ഈ ക്യൂബിൻ്റെ സർഫസിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ളൂ. കൂടാതെ ചാർജ് ഇൻസൈഡ് ദ ക്യൂബും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ ഒരു ക്യൂബ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചാൽ മതി. എക്സ് ഡയറക്ഷനിൽ മാത്രമേ ആരുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി ക്രോസ് ചെയ്ത് ഉള്ളിലോട്ട് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ക്രോസ് ചെയ്ത് ഈ സർഫസ് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ്? ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്. ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ്, മുകളിലും താഴെയും പിന്നെ ബാക്കിയുള്ളതല്ല. അപ്പോൾ നമുക്ക് ഓരോ ഫേസും 1 by 1 ആയിട്ട് നോക്കാം. ഓരോ ഫേസും 1 by 1 ആയിട്ട് നോക്കാം. നമുക്കിത് ഇവിടെ ഒരു ഫേസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ലെഫ്റ്റ് ഫേസ്. ഇതിൽ കൂടി എത്രയോ ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട് അല്ലേ? നമുക്ക് ഇതിലൊരു പേരൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ഹൈലൈറ്റ് ചെയ്യട്ടെ. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. സോ ഈ സർഫസിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സിന് നമുക്കൊരു പേര് കൊടുക്കാം, Φ1. ലിസൺ, ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഞാനത് ഒന്നുകൂടിയും ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഒരു സർഫസ് ഉണ്ട്. ഇതെങ്ങനത്തെ സർഫസ് വേണമെങ്കിലും ആയിക്കോട്ടെ, റെക്റ്റാങ്കുലർ തന്നെ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു സർഫസ് ഉണ്ട്. സർഫസിനൊരു ഏരിയ ഉണ്ടാവും. ഏരിയയ്ക്ക് നമ്മളൊരു ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. നമ്മൾ ഏരിയ ഒരു വെക്ടർ എന്നുള്ള രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. ഈ സർഫസിന് നോർമലായിട്ട് ഒരു വെക്ടർ വരയ്ക്കുക. ഇതാണ് സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ. ഏരിയ കാണാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഏരിയ കാണാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഒക്കെ ചെയ്താൽ മതി. പക്ഷേ ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്.
നോർമലായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഇതിൽ കൂടി ആര് കടന്നു പോകുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി പറയണാണ്. ഈ ആംഗിൾ തീറ്റ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈ ഏരിയ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. ഇത് രണ്ടിനും ഒരു തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫ്ലക്സ് പാസിങ് ത്രൂ ദ ഏരിയ ES കോസ് തീറ്റ. E/S കോസ് തീറ്റ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ് ഈക്വൽ ടു ES കോസ് തീറ്റ. എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ ഏരിയ. S എന്ന് പറഞ്ഞാൽ ഏരിയ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ Eക്കും Sനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. നമ്മൾ ഏരിയ ഒരു കാര്യം ഒന്ന് ഓർമ്മയുണ്ടാവണം. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഏരിയയുടെ ഡയറക്ഷൻ നോർമലാണെന്നറിയാം. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ പുറത്തോട്ടാണ് നോർമൽ വരയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ ഏരിയ ഒരു വെക്ടറായിട്ടാണല്ലോ എടുക്കുന്നത്. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ പുറത്തോട്ട് എടുക്കാൻ പാടുള്ളൂ. അത് റൂളാണ് കേട്ടോ. ക്ലോസ്ഡ് ഏരിയ വരുമ്പോഴും അങ്ങനെയാണ് റൂള്. ക്ലോസ്ഡ് ഏരിയ വരുമ്പോഴെന്ത് ചെയ്യും? ആ ഏരിയയുടെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? നോർമലായിട്ട് എടുക്കാൻ പാടുള്ളൂ. പുറത്തോട്ട് ഔട്ട്വേർഡാണ്, ഉള്ളിലോട്ട് എടുക്കരുത്, പുറത്തോട്ട് എടുക്കാൻ പാടുള്ളൂ. ഓൺലി ഫോർ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളറിൽ ചെയ്തിരിക്കുന്ന ഏരിയയുടെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. നോർമലാണ്, പുറത്തോട്ടാണ്. അപ്പോൾ എസ് പുറത്തോട്ടാണ് പോണത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല AX ആണ്. അപ്പോൾ ഞാൻ ഈ സർഫസിന് എന്തെങ്കിലും ഒരു പേര് കൊടുത്തോട്ടെ. S1 അങ്ങനെ പേര് കൊടുക്കട്ടെ. S1. ഈ സർഫസിന് ഞാൻ S1 എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ S1 എന്ന് പേര് കൊടുക്കണേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ S1ൻ്റെ കേസിൽ ഫോർ സർഫസ് 1 ശ്രദ്ധിച്ച് കേൾക്കണം. സർഫസ് 1 ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ സർഫസ് 1. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല AX ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഗിവൺ പോയിന്റ് കാണാനുള്ള ഫോർമുല A ഇൻറ്റു അവിടുത്തെ X കോർഡിനേറ്റ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഗിവൺ പോയിന്റ് കാണാനുള്ള ഫോർമുല A ഇൻറ്റു അവിടെയുള്ള X വാല്യൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ്, ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ A ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 500 ആണ്. A എന്ന് പറഞ്ഞാൽ 500 ആണ്. ഇൻറ്റു ഈ സർഫസിലുള്ള ഓരോ പോയിൻറ്റിൻ്റെയും X വാല്യൂ. ഈ സർഫസിലുള്ള ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ X വാല്യൂ 0.1 ആണ്. X വാല്യൂ എന്ന് പറഞ്ഞാൽ X ആക്സിസ് അല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഈ S1-നകത്തുള്ള ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണല്ലോ നമ്മൾ X വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ S1-നകത്തുള്ള ഏത് പോയിൻ്റ് ആയാലും ശരി ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 0.1 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ S1 500 × 0.1 എന്ന് വരും. AX ആണ് 500 × X. X എന്ന് പറഞ്ഞാൽ S1 ഇരിക്കുന്നതിൻ്റെ S1-ൻ്റെ X വാല്യൂ എന്താണ്? X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S1 X ആക്സിസിൽ എവിടെയാണ് ഇരിക്കുന്നത്? 0.1. 500 × 0.1 50. അപ്പോൾ S1 എന്ന് പറഞ്ഞ സർഫസിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് 500 × 0.1 ആണ്. ഇനി S1 എന്ന് പറഞ്ഞ ഏരിയ, ഈ സർഫസിൻ്റെ ഏരിയ കാണണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതൊരു സ്ക്വയറാണ്. ഈ ക്യൂബിൻ്റെ ഈ ഫേസ് എന്താണ്? സ്ക്വയറാണ്. 0.1 × 0.1 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 0.1 × 0.1 മീറ്റർ തന്നെയല്ലേ? അതെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 0.01 അല്ലെങ്കിൽ 10⁻² എന്ന് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. തീറ്റ ഇവിടെ എഴുതിക്കോട്ടെ, ഇവിടെ എഴുതാം അല്ലേ. തീറ്റ
തീറ്റ എന്ന് പറഞ്ഞാൽ ഇക്കും എസ്സിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും എസ്സിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഏരിയയുടെ ഡയറക്ഷൻ പുറത്തോട്ടാണ് എപ്പോഴും. ഇലക്ട്രിക് ഫീൽഡിനും എസ്സിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. ഡയഗ്രം കണ്ടാൽ അറിയാം, ഇക്കും എസ്സിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഇത്രയും വരുന്നുണ്ട്, അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. കോസ് 180യുടെ വാല്യൂ -1 ആണ്. കോസ് 180യുടെ വാല്യൂ എന്താണ്? -1 ആണ്. സോ S1 കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് 5 ആണ്. S1 കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? 5 ആണ്. ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ES cos θ E ഇൻറ്റു S1 ഇൻറ്റു കോസ് തീറ്റ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. തീറ്റ 180 ഡിഗ്രി. കോസ് 180 ഡിഗ്രി -1 ആണ് നമുക്കറിയാം. കോസ് 180 -1 ആണ്. കാൽക്കുലേഷൻ ഒന്നും ഞാൻ പറയില്ല. 0.5 വരും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. 5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കാണണമെങ്കിൽ ഓരോ സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സുകളെല്ലാം ആഡ് ചെയ്യണം. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സുകളെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വേറൊരു സർഫസ് എടുത്ത് S1 കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് എടുത്താലോ. അതെ, ഇവിടെ നമ്മൾ ഓരോ സർഫസിൽ കൂടിയും കടന്നു പോകുന്ന ഫ്ലക്സുകൾ നോക്കാം. അതെല്ലാവരും കൂടി ആഡ് ചെയ്താലല്ലേ ടോട്ടൽ ഫ്ലക്സ് കിട്ടുള്ളൂ. ഇവിടെ വേറൊരു സർഫസ് ഉണ്ട്. ഇങ്ങനെ 6 സർഫസുകളുണ്ട്. അതായത് അടുത്ത സർഫസ് S2 എന്ന് പേര് കൊടുക്കാം. ഈ സർഫസിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? S2. അതിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ പുറത്തോട്ട് നോർമൽ വരച്ചിരിക്കുക. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ പുറത്തോട്ടാണ് നമ്മൾ ഡയറക്ഷൻ കാണിക്കുള്ളൂ. ഈ S2ൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പം ഇതിൽ കൂടി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? S1ലുള്ള അതേ ഇലക്ട്രിക് ഫീൽഡ് ആവണമെന്നില്ല S2ൽ. അപ്പോൾ S2ലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. S2ൻ്റെ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല AX ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഗിവൺ പോയിന്റ് കാണാനുള്ള ഫോർമുല AX ആണ്. A എന്ന് പറഞ്ഞാൽ 500. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S2 ഇരിക്കുന്ന സ്ഥലത്തുള്ള X വാല്യൂ എന്താണ്? AXൽ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X വാല്യൂ, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. X വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ S2 ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഓൺ S2 കാണണമെങ്കിൽ AX 500 ഇൻറ്റു ഈ S2 ഇരിക്കുന്നതിൻ്റെ X വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത്രയും ഡിസ്റ്റൻസ്. നോക്കിയേ, ഇത്രയും ഡിസ്റ്റൻസ് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒറിജിനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ S2 ഇരിക്കുന്നത്. 0.1 + 0.1 അല്ലേ? S2 ഇരിക്കുന്നതിൻ്റെ X വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 + 0.1 0.2 ആണ്. ശ്രദ്ധിച്ചിരിക്കട്ടോ, ബോറിംഗ് ആയിട്ട് തോന്നരുത്. ഈ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. AX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണെന്ന് അറിയാം. ഈ S2 ഇരിക്കുന്ന X വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 + 0.1 0.2 ആണ്. ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? 500 × 0.2 ആണ്. മീറ്റർ തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 100 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ എഴുതി S2 എന്ന് പറഞ്ഞ ഏരിയ, സർഫസ് ഏരിയ. ഈ സർഫസ്, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1ൻ്റെ അതേ വാല്യൂ തന്നെയല്ലേ ഇത്? ക്യൂബല്ലേ? ക്യൂബ് ആകുമ്പോൾ എല്ലായിടത്തും ഒരേ ഏരിയയാണ്.
അപ്പോൾ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1-ൻ്റെ അതേ ഏരിയ തന്നെയാണ് 0.01. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും S2-നും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ടാണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്, S2 റൈറ്റ് സൈഡിലോട്ട്. കണ്ടാലറിയാം, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്, S2 റൈറ്റ് സൈഡിലോട്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനും S2-നും ഇടയ്ക്ക് വരുന്ന ആംഗിൾ അത് 0 രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. θ0. അപ്പോൾ φ2 കാണാൻ പോവാണ്. φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S2 കൂടി കടന്നു പോകുന്ന ഫ്ലക്സ്. S2 സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ആണ് φ2. φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES cos θ. ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ES cos θ. അപ്പോൾ S2 കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ES2 cos θ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01, cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതറിയില്ലെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. cos 0 1 ആണ്, cos 180 -1 ആണ്. അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. cos 0 1 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നേരത്തെ ചെയ്തൊന്നപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 1 ആയിരിക്കും കിട്ടുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, S1-ഉം S2 എന്ന് പറഞ്ഞാൽ 2 സർഫസ് മാത്രമേ ഉള്ളൂ ഇതിന്. ഇനിയുണ്ടല്ലോ, ഇനി 4 സർഫസ് വേറെയുണ്ട്. ഇനിയുള്ളതെല്ലാം എളുപ്പമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടേ. ഇനിയുള്ള സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് എത്രയാണെന്ന് അറിയാമോ? ഇനിയുള്ള സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് എല്ലാം 0 ആണ്. ഇനി നമുക്കിത് S2 കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ ഒരു S3 ഉണ്ട്. S2 കഴിഞ്ഞാൽ ഇനി അടുത്ത ആളാരാ? S3. 6 ഫേസസ് ആണുള്ളത്. ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. അതിൽ 2 S1-ഉം S2-ഉം, മൂന്നാമത്തെ ഫേസ് ആണ് S3. ഇനി അങ്ങോട്ട് പേടിക്കാനേ ഇല്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫ്ലക്സും 0 ആണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയല്ലേ? X ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ തീറ്റ എത്രയാണെന്ന് പറയാമോ? ഈ ആംഗിള് തീറ്റ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ്. ഞാൻ ഇയും എസും എഴുതി സമയം കളയണില്ല. ഞാൻ ആദ്യം ആംഗിൾ നോക്കുകയാണ്. ES cos θ ആണ് ഫ്ലക്സ്, സമ്മതിച്ചു. ഫ്ലക്സ് എന്താണ്? ES cos θ ആണ്. ഇയും എസും എഴുതാൻ വരട്ടെ. ആദ്യം തീറ്റ എഴുതിയാലോ? ഈ S3 മൂന്നാമത്തെ ഫേസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്, S മുകളിലോട്ട്, നോർമൽ. തീറ്റ 90 ആണ്. cos 90 0 ആണെന്നറിയാം. ഫോർമുല വരുമ്പോൾ ES cos θയിൽ ഇവിടെ E എന്തോ വാല്യൂ ഉണ്ട്, S എന്തോ വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് cos 90 എഴുതേണ്ടി വരും. cos 90 0 ആണ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് 0 ആണ്. എന്താ കാരണം? ഇവിടെ ഞാൻ ബ്രാക്കറ്റിനകത്ത് എഴുതി വെച്ചേക്കാം cos θ 90 ഡിഗ്രി, ഹെൻസ് cos 90 0. ചുരുക്കി എഴുതുള്ളൂ കേട്ടോ. 530 ശരിയല്ലേ? ക്ലിയർ? 530 ആണ്. ഇനി അതേപോലെ സെയിം സിറ്റുവേഷൻ ഫോർ ദ അതർ സർഫസസ്. ഇനി വെറുതെ ഹൈലൈറ്റ് ചെയ്ത സമയം കളയണില്ല. ഇനി ഏതൊക്കെ സർഫസ്? അതെ, താഴെയുണ്ട് ഇതുപോലത്തെ സർഫസ്, താഴത്തെ ഫേസ്. അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെ. വെറുതെ ഹൈലൈറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്, S താഴേക്ക്. ഇവിടെ ഇക്കും എസിനും ഇടയ്ക്ക് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ അവിടെയും cos 90 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോമറ്റ് എഴുതി പോവാം. സിമിലർലി 540. അതുപോലെ ബാക്കിയുള്ള സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് എല്ലാം 0 ആണ്. ബാക്കിയുള്ളത് ഏതാ? ഞാൻ ഇനി ഹൈലൈറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന സർഫസ് അവിടെ ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടുത്തെ നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളടുത്തോട്ട് ഒരു പെർപെൻഡിക്കുലർ അല്ലേ? നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന സർഫസ് എടുത്താലും സെയിം സിറ്റുവേഷൻ തന്നെ. സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ നമ്മളടുത്തോട്ട്, സ്ക്രീനിന് പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്.
ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ട്, സർഫസ് ഏരിയ നോർമൽ ടു ദ സ്ക്രീൻ. അപ്പോൾ അവിടെ 90 ഡിഗ്രി. ഇതിൻ്റെ പുറകിലുള്ള സർഫസ് എടുക്കുമ്പോഴും അവിടെ 90 ഡിഗ്രി. പിന്നെ വെറുതെ വരച്ച സമയം കളയണ്ട. അതുകൊണ്ട് S1 ഫ്ലക്സ് ഉണ്ട്, S2 ഫ്ലക്സ് ഉണ്ട്. ബാക്കിയുള്ള സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് 0 ആണ്. ബിക്കോസ് തീറ്റ 90 ആണ് ബാക്കിയുള്ളതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് I want the total flux crossing the all surfaces. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സുകളെല്ലാം ആഡ് ചെയ്യുക. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിൻ്റെ, ഈ ക്യൂബിൻ്റെ ഓരോ ഫേസിൽ കൂടിയും കടന്നു പോകുന്ന എല്ലാ ഫ്ലക്സുകളും ആഡ് ചെയ്ത് പോയാൽ മതി. 5-1 ചെയ്തു വന്നപ്പോൾ -0.5 കിട്ടി. 5-2 ചെയ്തു വന്നപ്പോൾ എത്ര കിട്ടി? 5-2 ചെയ്തു വന്നപ്പോൾ 1 കിട്ടി. ബാക്കിയുള്ളതൊക്കെ 0 ആണ്. ചെയ്തു വരുമ്പോൾ 0.5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. The total flux crossing the cube will be 0.5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളമാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കൂടി വന്നിട്ടുണ്ട്. ദ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ്. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്? ഓരോ ഫേസിൽ കൂടിയും കടന്നു പോകുന്ന ഫ്ലക്സുകളെല്ലാം ആഡ് ചെയ്താൽ ടോട്ടൽ ഫ്ലക്സ് ആയി. അതുപയോഗിച്ചിട്ട്, ആ ടോട്ടൽ ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് ഈ ക്യൂബിനുള്ളിലുള്ള ഒരു ചാർജ് ഉണ്ട്. ദർ ഈസ് ആൻ അൺനോൺ ചാർജ്. ഇതിനുള്ളിൽ എത്രയോ ചാർജ് ഇരിപ്പുണ്ട്, എത്രയാണെന്ന് അറിയില്ല. ആ ചാർജ് എത്രയാണെന്ന് കാണണം. വാട്ട് ഈസ് ദ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ്? ദാറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫ്ലക്സ് അറിയാമെങ്കിൽ നമുക്ക് ചാർജ് കാണാൻ പറ്റും. ഗോസസ് ലോ അല്ല, ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തോട്ട്, ഒരു ക്ലോസ്ഡ് സർഫസ് നിന്ന് പുറത്തോട്ട് പോകുന്ന ഫ്ലക്സ് അറിയാമെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇതൊരു ക്ലോസ്ഡ് സർഫസ് തന്നെയാണല്ലോ ഈ ക്യൂബ്. അപ്പോൾ ഇനി നമുക്കപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എന്ത് കിട്ടി? ദ ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ ക്ലോസ്ഡ് സർഫസ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. 5-1 + 5-2 + 5-3 എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് 0.5 കിട്ടി. 0.5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ഫ്ലക്സ് ആണ് ഈ ക്യൂബിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്രയോ ഒരു ചാർജ് ഇരിപ്പുണ്ട്. ദർ ഈസ് സം അൺനോൺ ചാർജ്. അപ്പോൾ ആ ക്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊക്കെ അറിയാം, ഗോസസ് ലോ പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ചാർജ് കാണണമെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, മറക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ട്. ഈ ε0 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ε0 × 5 ടോട്ടൽ. ഈ ε0 അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ അപ്പോൾ Q ഈക്വൽ ടു ε0ൻ്റെ വാല്യൂ നമുക്കറിയാം. 8.85 × 10⁻⁻12 ആണ്. ടോട്ടൽ ഫ്ലക്സ് 0.5 ആണ്. മൾട്ടിപ്ലൈൻ്റെ സ്റ്റെപ്പ് ഒന്നും പറയില്ല. 4.4 × 10⁻⁻12 കൂളമാണ് ദ ചാർജ് ഇൻസൈഡ് ദ ക്യൂബ്. നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് എക്സാമിന് വരാം. ചിലപ്പോൾ ഇത് കേസ് സ്റ്റഡി ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക.